ഉത്രാളിക്കാവ് പൂരവും മച്ചാട് മാമാങ്കവും ഉൾപ്പെടെ സാംസ്കാരിക പരിപാടികളാൽ സമ്പന്നമായ പ്രദേശമാണ് വടക്കാഞ്ചേരി. കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന മണ്ഡലമാണിത്. കഴിഞ്ഞ കാലങ്ങളിലായി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. ഇതിലെല്ലാം പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് കിഫ്ബിയാണ്. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ 500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി മുഖേന വിഭാവനം ചെയ്തിരിക്കുന്നത്. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ രോഗികൾ ആശ്രയിക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വടക്കാഞ്ചേരിയിലാണ്. കിഫ്ബി മുഖേനയുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ചിരിക്കുന്നതും മെഡിക്കൽ കോളേജിനാണ്. 400 കോടി രൂപയാണ് ആരോഗ്യമേഖലയിലേക്ക് മാത്രമായി കിഫ്ബി നൽകിയിട്ടുള്ളത്. വികസന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതോടെ മധ്യ കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജായി തൃശൂർ മെഡിക്കൽ കോളേജ് മാറും. വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നമനത്തിനാണ് രണ്ടാമതായി മണ്ഡലത്തിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപയുടെയും ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ 3.5 കോടി രൂപയുടെയും പുതിയ കെട്ടിടങ്ങളാണുള്ളത്. സ്ഥലപരിമിതി മൂലം വളരെയേറെ ബുദ്ധിമുട്ടിയിരിക്കുന്ന അവസരത്തിലാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് 3 കോടി അനുവദിക്കുന്നത്. ഈ 3 കോടി അനുവദിച്ച് ഞങ്ങൾക്ക് 12 ക്ലാസ് റൂമുകളുണ്ട്. 12 ക്ലാസ് റൂമുകൾ, പിന്നെ 28 ടോയ്ലറ്റുകൾ തന്നെ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. പിന്നെ പുതിയ ഓഫീസ് റൂം, സ്റ്റാഫ് റൂം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ അത്യാധുനിക രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഏതാണ്ട് 2018 സെപ്റ്റംബർ 20 ആരംഭിച്ച പണി കൃത്യം 2 വർഷം 2018 സെപ്റ്റംബറിലാണ് പണി തുടങ്ങിയത്. അത് 2020 സെപ്റ്റംബർ 20 അത് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. വളരെ നല്ല രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഈ നിർമ്മാണം വഴി ലഭിച്ചിട്ടുണ്ട്. വളരെ അധികം ബുദ്ധിമുട്ടി സ്ഥലപരിമിതി മൂലം പല തരത്തിലുള്ള ക്ലേശങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് സർക്കാരിനും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. സ്വപ്നതുല്യമായ സൗകര്യങ്ങളാണ് കിഫ്ബിയുടെ സഹായത്തോടെ വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. കിഫ്ബിയുടെ ധനസഹായത്തോടെ കൈറ്റിൻ്റെ നേതൃത്വത്തിൽ കൈറ്റ് സ്പെഷ്യൽ വെഹിക്കിൾ പണിയായിട്ട് നടത്തുന്ന കെട്ടിടമാണ് ഇത്. 5 കോടി രൂപയാണ് കിഫ്ബി കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ശ്രീശൈലം എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അവർ 38% വർക്ക് മാത്രമേ ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. ഈ അക്കാദമിക് വർഷത്തിൽ തന്നെ പണി പൂർത്തിയാവേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അടുത്ത വർഷത്തിൽ സ്കൂൾ പ്രവർത്തനം തന്നെ വളരെ ബുദ്ധിമുട്ടിലാവുന്ന അവസ്ഥയിലാണ്. 135 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഇപ്പോൾ ക്ലാസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ പണി പൂർത്തിയായി കിട്ടേണ്ടത് അത്യാവശ്യം.